KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF സംസ്ഥാന സാഹിത്യോത്സവ് അനുബന്ധ പരിപാടികൾക്ക് അന്തിമരൂപമായി. ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നത്. 2015 ദേശീയ അധ്യാപക അവാർഡ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ നിയാസ് ചോലക്ക്. ഷേഖുന കുണ്ടൂരുസ്താദ് 10ാം ഉറൂസ് മുബാറക്ക് ഡിസംബർ 10 മുതൽ. വിശുദ്ധ ഹജ്ജിനോടനുബന്ധിച്ച് ഇരുഹറം കാര്യാലയത്തിന് കീഴിൽ ഹജ്ജ് പ്രവർത്തനങ്ങൾ തുടങ്ങി. മക്കയിലെ പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കി. SYS ഹജ്ജ് സംഘം ഇന്ന് പുറപ്പെട്ടു. അടുത്ത മാസം ഒരു ക്ഷുദ്രഗ്രഹവും വന്നിടിച്ച് ഭൂമിയെ നശിപ്പിക്കില്ലെന്ന് നാസയുടെ വാർത്താക്കുറിപ്പ്. ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് ഉപാധി വെച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ. തീവ്രവാദവും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന് ഇന്ത്യ. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ പുതിയ ചിത്രം പുറത്ത് പാകിസ്ഥാനിലുണ്ടെന്നതിന് കൂടുതൽ തെളിവുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് ഒരു ഉപാധിയും വെച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ. പാക് ദേശീയ ഉപദേഷ്ടാവ് സർതാജ് അസീസാണ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ച വേണമോയെന്ന് ഇന്ത്യക്കു തീരുമാനിക്കാം. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ചർച്ച ചെയ്യേണ്ട മുഖ്യ വിഷയം കാശ്മീർ തന്നെയാണെന്നും അസീസ് പറഞ്ഞു. പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ച ഹുറിയത്ത് നേതാക്കളുടെ അറസ്റ്റിൽ ആശങ്കയുണ്ട്. ഹുറിയത്ത് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും പിന്നോട്ടില്ലെന്നും ചർച്ചകൾക്കായി നാളെ എത്തുമെന്നും അസീസ് പറഞ്ഞു. വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വൈകുന്നേരം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വാർത്താസമ്മേളനം വിളിച്ചു. തീവ്രവാദവും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ ചർച്ചകൾ പതിവായി വഴി തെറ്റിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാണ്. എന്നാൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥം ഇന്ത്യ അനുവദിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാശ്മീർ മാത്രമാണ് പാകിസ്ഥാന്റെ വിഷയം. എന്നാൽ ഇതുമാത്രമല്ല ഇന്ത്യയുടെ വിഷയം. തീവ്രവാദം അവസാനിപ്പിക്കാതെ കാശ്മീർ വിഷയം ചർച്ച ചെയ്യില്ല. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യമില്ല. ഉപദേഷ്ടാക്കളുടെ ചർച്ച റദ്ദാക്കണമെന്ന് ആഗ്രഹം ഇന്ത്യയ്ക്കില്ല. എന്നാൽ ചർച്ചയ്ക്ക് മുന്നോടിയായി കാശ്മീർ വിഘടനവാദികളുമായുള്ള കൂടിക്കാഴ്ച അനുവദിക്കാനാവില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അവരുമായിട്ടുള്ള വിഷയം ഇന്ത്യയുടെ പ്രശ്നമാണെന്നും സുഷമ വ്യക്തമാക്കി. അധോലോക നായകനും 1993 മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനുമായ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്നതിന് കൂടുതൽ തെളിവുമായി ഇന്ത്യ. ദാവൂദ് ഇബ്രാഹിമിന്റെ പുതിയ ചിത്രവും പാസ്പോർട്ടിന്റെ പകർപ്പും മറ്റു വിവരങ്ങളും ഉൾപ്പെടുന്ന റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം പുറത്തുവിട്ടു. കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിന് സമീപമാണ് ദാവൂദും കുടുംബവും താമസിക്കുന്നതെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ കയ്യിലുള്ള വിവരം. ഭാര്യ മെഹ്ബാജീൻ ഷേഖ്, മകൻ മുഈൻ നവാസ്, പെൺമക്കളായ മെഹ്റൂഖ്, മെഹ്റൈൻ, മാസിയ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങളും സുരക്ഷാ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ജാവേദ് മിയാൻദാദിന്റെ മകനാണ് ദാവൂദിന്റെ മകൾ മെഹ്റൂഖിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ദാവൂദിന്റെ ഭാര്യ മെഹ്ജാബിന്റെ പേരിലുള്ള 2015 ഏപ്രിൽ മാസത്തെ ടെലിഫോൺ ബില്ലും സുരക്ഷാ ഏജൻസികളുടെ കയ്യിലുണ്ട്. D13 ബ്ലോക്ക് 4 കറാച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി, ക്ലിഫ്റ്റൺ എന്നതാണ് ഫോൺ ബില്ലിലുള്ള വിലാസം. 3 പാസ്പോർട്ടുള്ള ദാവൂദിന്റെ മറ്റ് 2 വിലാസവും പുറത്തുവന്നിട്ടുണ്ട്. ഷേഖ് ദാവൂദ് ഹസൻ എന്ന പേരിൽ ദാവൂദ് ഇബ്രാഹിമിന് ലഭിച്ച പാകിസ്ഥാൻ പാസ്പോർട്ടിന്റെ പകർപ്പും ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ടു. ദാവൂദിന്റെ കുടുംബം കറാച്ചിയിൽ നിന്ന് ദുബൈയിലേക്കും തിരിച്ചും നിരന്തരം യാത്ര ചെയ്തതിന്റെ രേഖകളും സുരക്ഷാ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ കൂടിക്കാഴ്ചയിൽ ദാവൂദ് പാകിസ്ഥാനിലുണ്ടെന്നതിനുള്ള തെളിവുകൾ ഇന്ത്യ കൈമാറിയേക്കും. ക്യാമ്പസുകളിലെ ആഘോഷങ്ങൾ പരിധി വിടുന്നുണ്ടോയെന്ന് അക്കാദമിക് രംഗത്തുള്ളവർ പരിശോധിക്കണമെന്ന് DGP TP സെൻകുമാർ. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷ പരിപാടിക്കിടെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു DGP. ആഘോഷങ്ങൾ അതിരുവിട്ടതിനാലാണ് കോളേജിൽ വിദ്യാർത്ഥിനി മരിക്കാനിടയായത്.
ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ പോലീസ് നടത്തില്ല. അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ക്യാമ്പസുകളിൽ മദ്യപാനശീലം വളർന്നുവരുന്നതിനാൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി വിപുലപ്പെടുത്തും. സിനിമകളിലുള്ളതാണ് ജീവിതമെന്ന് കരുതുന്നതാണ് തിരുവനന്തപുരത്തെ ദുരന്തത്തിന് കാരണം. പുതുതലമുറ സിനിമകൾ യുവാക്കളെ ദോഷകരമായി സ്വാധീനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടുമടക്കി കുത്തി വാഹനത്തിനു മുകളിൽ നിന്ന് ചാടുന്നതുപോലുള്ള സംഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത മാസം ക്ഷുദ്രഗ്രഹം വന്നിടിച്ച് ഭൂമിയെ നശിപ്പിക്കില്ലെന്ന് നാസയുടെ വാർത്താക്കുറിപ്പ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. അടുത്ത മാസം ഒരു ക്ഷുദ്രഗ്രഹവും വന്നിടിച്ച് ഭൂമിയെ നശിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കാൻ ഒടുവിൽ നാസക്ക് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. അത്തരമൊരു അഭ്യൂഹം സോഷ്യൽ മീഡിയയിലും ബ്ലോഗുകളിലും വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഈ നടപടി. ഒരു ഭീമൻ ക്ഷുദ്രഗ്രഹം സെപ്റ്റംബർ 15-നും 28-നും ഇടയിൽ ഭൂമിയിൽ പതിക്കുമെന്നാണ് അഭ്യൂഹം പരന്നത്. പ്യൂവർട്ടോറിക്കോക്ക് സമീപത്താകും അത് പതിക്കുകയെന്നും US അറ്റ്ലാന്റിക് മേഖലയിലും US ഗൾഫ് തീരത്തും മെക്സിക്കോയിലും വൻ നാശം വിതക്കുമെന്നുമാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നും ക്ഷുദ്രഗ്രഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാശഗോളമോ ഭൂമിയിൽ ആ തീയതികളിൽ പതിക്കുമെന്നതിന് ഒരു തെളിവുമില്ലെന്നും കാലിഫോർണിയയിലെ പസദേനയിൽ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ നിയർ എർത്ത് ഒബ്ജക്റ്റ് വിഭാഗത്തിലെ മാനേജർ പോൾ ചോഡസ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സെപ്റ്റംബറിൽ ഇത്രയും നാശമുണ്ടാക്കാൻ പോന്ന ഒരു വസ്തു ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം നമുക്ക് അത് നിരീക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത 100 വർഷത്തിനിടെ ഭൂമിയിൽ പതിക്കാൻ 100-1 സാധ്യതയെങ്കിലും കൽപ്പിക്കപ്പെടുന്ന അറിയപ്പെടുന്ന എല്ലാ ആകാശവസ്തുക്കളെയും നാസയുടെ JPL-ന്റെ നിയർ എർത്ത് ഒബ്ജക്റ്റ് വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. ഭൂമിക്ക് സമീപത്ത് കൂടി വരാൻ സാധ്യതയുള്ള ധൂമകേതുക്കളുടെയും ക്ഷുദ്രഗ്രഹങ്ങളുടെയും നീക്കങ്ങൾ ആകാശത്തും ഭൂമിയിലും സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ നാസ പിന്തുടരുന്നുമുണ്ട്. അടുത്ത മാസം ഒരു ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ പതിക്കില്ലെന്ന് മാത്രമല്ല, അടുത്ത ഒരു നൂറ്റാണ്ടുകാലത്തേക്ക് ഏതെങ്കിലും ആകാശഗോളം ഭൂമിയിൽ പതിച്ച് നാശമുണ്ടാക്കുന്നതിന് വിശ്വസനീയമായ ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. പവന് 80 രൂപ വർദ്ധിച്ച് 20,400 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 2,550 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. KMIC ന്യൂസ്. വിശുദ്ധ ഹജ്ജിനോടനുബന്ധിച്ച് ഇരുഹറം കാര്യാലയത്തിന് കീഴിൽ ഹജ്ജ് പ്രവർത്തനങ്ങൾ തുടങ്ങി. മക്കയിലെ പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കി. ഈ വർഷത്തെ ഹജ്ജ് പ്രവർത്തനങ്ങൾ ഇരുഹറം കാര്യാലയത്തിനു കീഴിൽ ആരംഭിച്ചതായി ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് പറഞ്ഞു. ദുൽഹജ്ജ് അവസാനം വരെ ഹജ്ജ് പ്രവർത്തനങ്ങൾ തുടരും. ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിനായി ഇരുഹറമുകളിലും 15,000-ഓളം ആളുകൾ മുഴുസമയ രംഗത്തുണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചു. മസ്ജിദ് നബവിയിലെ ഹജ്ജ് പ്രവർത്തനങ്ങൾ ദുൽഖഅദ് ആദ്യത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് മാർഗദർശനം നൽകുന്നതിന് ഇത്തവണ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകർക്ക് ഹജ്ജ് സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും മതവിധികൾ അറിയുന്നതിനും ഫോൺ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരെ ബോധവൽക്കരിക്കാൻ പ്രത്യേക സംഘങ്ങൾ ഉണ്ടാകും. റൗളയിലേക്കുള്ള സ്ത്രീകളുടെ സന്ദർശനം വ്യവസ്ഥാപിതമാക്കാൻ ആളുകളെ നിയമിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് പറഞ്ഞു. അതേസമയം അനുമതി പത്രമില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അനധികൃത വിദേശികളെ യാത്രാ സഹായം ചെയ്യുന്ന വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. അനധികൃത തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കാൻ സൌകര്യമോ മക്കയിൽ ജോലിയോ നൽകരുതെന്ന് ജവാസാത്ത് വിഭാഗം നിർദ്ദേശിച്ചു. മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കിയതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. മക്കയിൽ ജോലി ചെയ്യുന്നവരും താമസക്കാരുമല്ലാത്ത എല്ലാവരെയും തടയുമെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു. അലി AR നഗർ, KMIC ന്യൂസ്, ജിദ്ദ. UAE വിശേഷങ്ങൾ. സൗദി അറേബ്യൻ ഭരണാധികാരിയായ സൽമാൻ ബിൻ അബ്ദുല്ലസീസ് അൽ സൌദ് രാജാവുമായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അബുദാബി കിരീടാവകാശിയും സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തി. ഇരുവരും മൊറാക്കോയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. രാജ്യം നിലകൊള്ളുന്ന മൂല്യത്തിന്റെയും നീതിയുടെയും പ്രതിഫലനമാണ് രക്തസാക്ഷി ദിനമെന്ന് UAE മന്ത്രി ഷെയ്ഖ് ലുബ്ന അൽ കാസിമി വിശേഷിപ്പിച്ചു. അബുദാബിയിൽ ക്ഷേത്രം പണിയാൻ സ്ഥലം അനുവദിക്കുന്നതിനെ വിമർശിക്കുന്നവർ യാഥാർത്ഥ്യബോധത്തോടെയല്ല കാര്യങ്ങൾ കാണുന്നതെന്ന് UAE വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ്.
അബുദാബിയിൽ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നതിനെ അനുകൂലിച്ചും ആക്ഷേപിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച തുടരുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി തന്റെ നിലപാട് ട്വീറ്റ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൂക്കളുള്ള ഉദ്യാനം ദുബായിലെ മിറാക്കിൾ ഗാർഡൻ. 43 ലക്ഷം പൂക്കളാണ് ഇവിടെയുള്ളത്. ലിഫ്റ്റിന്റെ കുഴിയിൽ വീണ് മരിച്ച പയ്യന്നൂർ കുഞ്ഞിമംഗലം സ്വദേശി അഷറഫിന്റെ മയ്യത്ത് നാളെ നാട്ടിലെത്തിക്കുന്നതാണ്. ഷെയ്ഖ് ഖലീഫ ആസ്പത്രി മോർച്ചയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കാൽ നൂറ്റാണ്ടിലേറെക്കാലമായി സ്വകാര്യ മേഖലയിൽ സംഘടിതമായി വിശുദ്ധ ഹജ്ജ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന SYSന്റെ 27ാമത് ഹജ്ജ് സംഘം ഇന്ന് പുറപ്പെട്ടു. പ്രായോഗിക പരിജ്ഞാനമുള്ള അമീർമാരുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി 1988ലാണ് ഹജ്ജ് സെൽ പ്രവർത്തനം ആരംഭിച്ചത്. ഈയിടെയായി ഉംറ സർവീസും ആരംഭിച്ചു. ഏതാണ്ട് 1/4 ലക്ഷത്തിലേറെ പേർ ഇതുവരെയായി സംഘത്തിനു കീഴിൽ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:15 എയർ ഇന്ത്യയുടെ 963 വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ഹാജിമാർക്ക് ഫ്ലോറ ഓഡിറ്റോറിയത്തിൽ യാത്രയപ്പ് നൽകി. കാലത്ത് കോഴിക്കോട് നിന്ന് സ്പെഷ്യൽ ബസ്സിന് പുറപ്പെട്ട സംഘം ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയാണ് ചീഫ് അമീർ. പ്രാദേശിക സമയം രാത്രി 9 ജിദ്ദയിലെത്തും. അർദ്ധരാത്രിയോടെ മക്കയിലെത്തി ഉംറ നിർവഹിക്കും. ദുൽഖഅദ് 25 മദീനയിലേക്ക് യാത്ര തിരിക്കും. കുണ്ടൂർ ഉസ്താദ് 10ാം ഉറൂസ് മുബാറക്ക് ഡിസംബർ 10 മുതൽ 13 വരെ കുണ്ടൂർ ഗൌസിയ അങ്കണത്തിൽ നടക്കും. ബുർദ മജ്ലിസിൽ വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ ഉറൂസിന്റെ പ്രഖ്യാപനം നടത്തി. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, അബു ഹനീഫൽ ഫൈസി തെന്നല, NV അബ്ദുറസാഖ് സഖാഫി, NV അലി ബാക്കവി ആറ്റുപുറം പ്രസംഗിച്ചു. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കടലുണ്ടി, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സയ്യിദ് ബാഹിർ തങ്ങൾ, ബഷീർ ഫൈസി വണ്ണക്കോട് തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ഉറൂസിന്റെ വിപുലമായ സ്വാഗത സംഘ രൂപവൽക്കരണ സംഗമം അടുത്ത ദിവസം നടക്കും. ബുർദ മജ്ലിസോടെ പരിപാടി സമാപിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാത്രി 10:30 മുക്കത്ത് നിന്ന് പാലം ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയും സംഘവും മർക്കസിലെത്തി കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ച് ചർച്ച നടത്തിയത്. റിപ്പോർട്ടർ ന്യൂസിലേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടത്തോട്ട് ചായനായി നീക്കം നടത്തുന്ന കാന്തപുരത്തെ അനുനയിപ്പിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. തിരക്കിട്ട ഔദ്യോഗിക പരിപാടികൾക്കിടയിൽ കാരന്തൂർ മർക്കസിലെത്തിയ മുഖ്യമന്ത്രി അടച്ചിട്ട മുറിയിൽ 15 മിനിറ്റോളം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം പിന്തുണ തേടിയ മുഖ്യമന്ത്രി സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ അടിയന്തരമായി പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പ് നൽകിയെന്നാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും തന്നെ കാണാൻ
കാണാനെത്താറുണ്ടെന്നായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി കൂടിക്കാഴ്ചയ്ക്ക് ബന്ധമില്ലെന്നും വിശദീകരിച്ചു. അതേസമയം ഇ.കെ. വിഭാഗവുമായുള്ള തർക്കങ്ങളിൽ പോലീസ് അടക്കം സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ കാന്തപുരം വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. ഒപ്പം തന്നെ പൂർണ്ണമായും ഇ.കെ. വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ലീഗ് നിലപാടും കാന്തപുരം വീണ്ടും ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നതിലേക്ക് ഇടയാക്കിയിരുന്നു. CPM നേതാക്കളടക്കമുള്ളവരുമായി കാന്തപുരം അനൌപചാരിക ചർച്ചകൾ തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ തിരക്കിട്ട അനുനയന നീക്കമെന്നതും ശ്രദ്ധേയമായി. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ മാസം 26-ന് തിരുവനന്തപുരത്ത് SYS നിർമ്മിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് MLA-മാരായ KT ജലീലും PT റഹീമും മർക്കസിലെത്തി കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ചപ്പോൾ കാന്തപുരം ഇടതിനോട് അടുക്കുന്നു എന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി കാന്തപുരത്തെ സന്ദർശിച്ചത് എന്നാണ് പുതിയ കണ്ടെത്തൽ. SSF സാഹിത്യോത്സവ് വിശേഷങ്ങൾ. ശത്രുവണഞ്ഞ ചാരത്ത് മുത്തായ മുസ്തഫ തങ്ങൾ അന്തിയുറങ്ങും നേരത്ത് മുത്താറ്റിൽ നബിയെ വധിക്കാൻ ശത്രുവണഞ്ഞ ചാരത്ത് സത്തായ ത്വാഹയുറങ്ങി പൊലിവര് സിദ്ദീഖോടൊത്ത് അലിവിന്റെ ദൂതരുമന്ന് മക്ക വെടിഞ്ഞു മുന്നിട്ട് മുത്തായ മുസ്തഫ തങ്ങൾ അന്തിയുറങ്ങും നേരത്ത് മുത്താറ്റിൽ നബിയെ വധി. SSF സംസ്ഥാന സാഹിത്യോത്സവ് അനുബന്ധ പരിപാടികൾക്ക് അന്തിമ രൂപമായി. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഈ മാസം 28, 29 തീയതികളിൽ കാരന്തൂർ മർക്കസിൽ നടക്കുന്ന SSF സംസ്ഥാന സാഹിത്യോത്സവിന്റെ അനുബന്ധ പരിപാടികൾക്ക് C. മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സംഘം യോഗം അന്തിമ രൂപം നൽകി. ഇന്നു മുതൽ 24 വരെ സാഹിത്യോത്സവിന്റെ പ്രചരണാർത്ഥം 2 റൂട്ടുകളിലായി സർഗസഞ്ചാരം കലാജാഥ ആരംഭിച്ചു. ഇടിയങ്ങര, കൂരാച്ചുണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച കലാജാഥ 71 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം മർക്കസിൽ സമാപിക്കും. ഓഗസ്റ്റ് 25 മുതൽ 27 വരെ കുന്നമംഗലം, ഫറോക്ക്, കോഴിക്കോട്, ഓമശ്ശേരി, നരിക്കുനി, താമരശ്ശേരി ഡിവിഷനുകളിൽ സന്ദേശ പ്രയാണം നടക്കും. 26-ന് 3-ന് താമരശ്ശേരി, മദീന മഖ്ദൂം, മാവൂർ, വിദ്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി യഥാക്രമം കൊടിമര, പതാക ജാഥകൾ സംഘടിപ്പിക്കും. മർക്കസിൽ സമാപിക്കുന്ന ജാഥകൾ അഹമ്മദ് കുട്ടി സക്കാഫി, G. അബൂബക്കർ, അബ്ദുൽ ജലീൽ സക്കാഫി, കലാം മാവൂർ എന്നിവർ ചേർന്ന് നയിക്കും. ജാഥകൾക്ക് മുന്നോടിയായി 2 സ്മൃതി സംഗമങ്ങൾ നടക്കും. വിദ്യാനഗർ, മദീന മഖ്ദൂം സമ്മേളനങ്ങളുടെ ഭാരവാഹികളും സ്വാഗത സംഘം പ്രതിനിധികളും പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന തലമുറ സംഗമത്തിൽ യൂണിറ്റ്, സെക്ടർ, പഞ്ചായത്ത്, ഡിവിഷൻ, മേഖല, താലൂക്ക്, ജില്ലാ ഘടകങ്ങളിൽ SSF-ന് നേതൃത്വം നൽകിയ മുൻകാല സാരഥികൾ പങ്കെടുക്കും. 27-ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം PT റഹീം MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിന് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി മുഖ്യ പ്രഭാഷണം നടത്തും. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, കോഴിക്കോട്. 22ാമത് മലപ്പുറം ജില്ലാ SSF സാഹിത്യോത്സവിന് പുത്തനത്താണിയിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവ് നാളെയാണ് സമാപിക്കുക. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഘോഷയാത്രയിൽ വിവിധ വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ളോട്ടുകൾ അണിനിരന്നു. സാഹിത്യോത്സവ് സ്വാഗത സംഘം ചെയർമാൻ മാളിയേക്കൽ സുലൈമാൻ സഖാഫി പതാക ഉയർത്തി. പ്രമുഖ തമിഴ് സാഹിത്യകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ തോപ്പിൽ മുഹമ്മദ് മീരാൻ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു. KT ജലീൽ MLA, P. ശ്രീരാമകൃഷ്ണൻ MLA എന്നിവർ സംസാരിച്ചു. NM സ്വാദിഖ് സഖാഫി, M. മുഹമ്മദ് സ്വാദിഖ്, സയ്യിദ് ഹുസൈൻ ജമലുലി അസഖാഫ്, അബു ഹനീഫൽ ഫൈസി തന്നല തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. 14 ഡിവിഷനുകളിൽ നിന്നായി 2500 പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റുരക്കുന്നത്. 7 വിഭാഗങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങൾക്കായി 12 വേദികളുണ്ട്. മൌലിദ് പാരായണം, മാലപ്പാട്ട്, ബുർദാലാപനം, ദഫ്, അറബന തുടങ്ങിയ പരമ്പരാഗത കലകൾക്കു പുറമെ പുതിയ കാലത്തിന്റെ ഗതിയും വേഗതയും അറിയുന്ന ഒട്ടേറെ പുതുമയുള്ള മത്സരങ്ങൾ സാഹിത്യോത്സവിലുണ്ട്. നാളെ നടക്കുന്ന സമാപന സമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യാതിഥിയായിരിക്കും. SSF സംസ്ഥാന സെക്രട്ടറി M. അബ്ദുൽ മജീദ് പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുറഹ്മാൻ ബായാർത്തങ്ങൾ, VPM ബഷീർ പറവന്നൂർ, സയ്യിദ് KPH തങ്ങൾ, M. മുഹമ്മദ് പറവൂർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും.
2015 ദേശീയ അധ്യാപക അവാർഡിന് കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി അധ്യാപകൻ നിയാസ് ചോലയെ തിരഞ്ഞെടുത്തു. സംസ്ഥാന അധ്യാപക അവാർഡ്, നാഷണൽ സെലിബ്രിറ്റി അവാർഡ്, ആചാര്യ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് നിയാസ് ചോല. ബാബു ടി ജോൺ ദീപ ഹൈസ്കൂൾ കുഴിത്തുളു ഇടുക്കി, എസ് ശങ്കരനാരായണൻ ഭട്ട് നവജീവന ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ്, കെ ജയലക്ഷ്മി GSS എറണാകുളം എന്നിവരാണ് കേരളത്തിൽ നിന്ന് ഈ വർഷം ദേശീയ അവാർഡിന് അർഹരായ മറ്റ് ഹൈസ്കൂൾ അധ്യാപകർ. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി നിയാസ് ചോലയ്ക്ക് അവാർഡ് സമ്മാനിക്കും. മലപ്പുറം ജില്ലാ സാഹിത്യോത്സവിലെ പ്രധാന വേദിയിൽ ഇന്ന് നടന്ന സീനിയർ മധുഗാനത്തിൽ താനൂർ ഡിവിഷനിലെ ഷഹീൻ ബാബു എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. തിരൂരങ്ങാടി ഡിവിഷനിലെ സൈഫുദ്ദീൻ 2ാം സ്ഥാനവും മലപ്പുറം ഡിവിഷനിലെ ബഹാവുദ്ദീൻ PT 3ാം സ്ഥാനവും നേടി. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ വിജയം ആവർത്തിച്ച് മലപ്പുറം ഡിവിഷനിലെ മുഹമ്മദ് മുബഷിർ. കഴിഞ്ഞ വർഷത്തെ ജില്ലാ സാഹിത്യോത്സവ കലാപ്രതിഭയായ മുബഷിർ മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന സംസ്ഥാന സാഹിത്യോത്സവിലും മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ 3 മത്സരങ്ങളിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയിരുന്നു. മലപ്പുറം അതിന് വിദ്യാർത്ഥിയാണ് മുബഷിർ. പ്രധാന വേദിയിൽ നടന്ന ജനറൽ സംഘഗാനത്തിന്റെ വരികൾക്കൊപ്പം ദഫിന്റെ മനോഹര താളവും കാണികൾ കാതുകൂർപ്പിച്ചു കേട്ടു. ദഫുമുട്ടുന്നത് ആരെന്ന് നോക്കുമ്പോൾ ഇക്കാക്കമാരുടെ പാട്ടിന് താളമിട്ടത് ബിഷറുൽ ഹാഫിയുടെ കുഞ്ഞുവിരലുകളായിരുന്നു. മദത് തരൂ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനത്തിന് താളമിട്ട് മഞ്ചേരി ഡിവിഷനിലെ ബിഷറുൽ ഹാഫി എന്ന 1ാം ക്ലാസ്സുകാരൻ ശ്രദ്ധ പിടിച്ചുപറ്റി. ബുർദ സദസ്സുകളിൽ മുതിർന്ന കുട്ടികൾ ദഫുമുട്ടുന്നത് ശ്രദ്ധയോടെ ഹാഫി കേൾക്കുമായിരുന്നു. സ്വന്തമായി ദഫുമുട്ടി പഠിച്ച ഈ കൊച്ചുമിടുക്കൻ തന്റെ കന്നി മത്സരത്തിൽ തന്നെ സാഹിത്യോത്സവ വേദിയിലെ താരമായി. ജനറൽ വിഭാഗത്തിന്റെ സംഘഗാനം കാറ്റഗറി A മത്സരത്തിലെ അബ്ദുൽ ബയാസ്, മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് നൌഫൽ എന്നിവർ ആലപിച്ച ഗാനത്തിന് താളം പിടിച്ചാണ് ഈ കൊച്ചുമിടുക്കൻ സദസ്സിനെ വിസ്മയിപ്പിച്ചത്. മതാരിഫ് പള്ളിയാലി ഷബീർ ബുഷറ ദമ്പതികളുടെ മകനായ ബിഷറുൽ ഹാഫി മുടിക്കോട് MLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മലപ്പുറം ജില്ലാ സാഹിത്യോത്സവിലെ ആദ്യ വിജയം താനൂരിനൊപ്പം. സാംസ്കാരിക ഘോഷയാത്രയെ വർണ്ണാഭമാക്കിയ ഫ്ലോട്ട് മത്സരത്തിൽ താനൂർ ഡിവിഷൻ 1ാം സ്ഥാനം നേടി. മാപ്പിള സമരങ്ങൾ, കേരള മുസ്ലിം പത്രപ്രവർത്തനം എന്നീ വിഷയങ്ങളിലായിരുന്നു ഫ്ലോട്ട് മത്സരം. വാഗൺ ട്രാജഡി സംഭവവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ച ഫ്ലോട്ട് എ ഗ്രേഡോടുകൂടെയാണ് 1ാം സ്ഥാനം നേടിയത്. തിരൂരങ്ങാടി, വളാഞ്ചേരി ഡിവിഷനുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കുമ്പള ശാന്തിപ്പള്ളത്ത് വെച്ച് നടക്കുന്ന 22ാമത് SSF കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന് കൊടി ഉയർന്നു. ഇനി സർഗവസന്തത്തിന്റെ നാളുകൾ. ഇന്നും നാളെയുമായി നടക്കുന്ന ജില്ലാ സാഹിത്യോത്സവിന് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹബീബുൽ അഹദൽ തങ്ങൾ കൊടി ഉയർത്തി. ഇന്ന് 3 മണിയോടെ ആരംഭിച്ച വിവിധ മത്സര പരിപാടികളുടെ ഉദ്ഘാടന സെഷനിൽ സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങളുടെ പ്രാർത്ഥനയോടെ SYS ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ പ്രമുഖ സാമൂഹിക, സാംസ്കാരിക, പ്രാസ്ഥാനിക നേതാക്കൾ സംബന്ധിച്ചു. 6 ഡിവിഷനുകളിൽ നിന്നുള്ള ടീം മാനേജർമാർ ഒരേ സമയം പതാകകൾ ഉയർത്തിയതോടെ വിവിധ മത്സര പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഈ വർഷത്തെ മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അധ്യാപക അവാർഡ് നേടിയ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ നിയാസ് ചോലയെ SSF അനുമോദിച്ചു. മലപ്പുറം ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ വെച്ച് NK പ്രേമചന്ദ്രൻ MP ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSF സംസ്ഥാന സാഹിത്യോത്സവ അനുബന്ധ പരിപാടികൾക്ക് അന്തിമരൂപമായി. ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നത്. ഷേഖുന കുണ്ടൂർ ഉസ്താദ് 10ാം ഉറൂസ് മുബാറക്ക് ഡിസംബർ 10 മുതൽ. വിശുദ്ധ ഹജ്ജിനോടനുബന്ധിച്ച് ഇരുഹറം കാര്യാലയത്തിന് കീഴിൽ ഹജ്ജ് പ്രവർത്തനങ്ങൾ തുടങ്ങി. മക്കയിലെ പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കി. SYS ഹജ്ജ് സംഘം ഇന്ന് പുറപ്പെട്ടു. അടുത്ത മാസം ഒരു ക്ഷുദ്രഗ്രഹവും വന്നിടിച്ച് ഭൂമിയെ നശിപ്പിക്കില്ലെന്ന് നാസയുടെ വാർത്താക്കുറിപ്പ്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ പുതിയ ചിത്രം പുറത്ത് പാകിസ്ഥാനിലുണ്ടെന്നതിന് കൂടുതൽ തെളിവുമായി ഇന്ത്യ. 2015 ദേശീയ അധ്യാപക അവാർഡ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ നിയാസ് ചോലക്ക്. ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് ഉപാധി വച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ. തീവ്രവാദവും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന് ഇന്ത്യ. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.